ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 44-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശുദ്ധ വാരത്തിലായിരിക്കുമ്പോൾ, നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ചിന്തിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ തൻ്റെ പീഡാസഹനങ്ങളുടെ ആരംഭത്തിൽ ഗത്സമേൻ തോട്ടത്തിൽ രക്തം വിയർത്തുകൊണ്ട് തീവ്ര വേദന അനുഭവിച്ചുകൊണ്ട് പിതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം, നിന്റെ ആഗ്രഹമേ എൻ്റെ ജീവിതത്തിൽ നടക്കാവൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളൊക്കെ എങ്ങനെയാണ്? എൻ്റെ ആഗ്രഹം നടക്കണം, എൻ്റെ ചിന്തകൾ നടക്കണം, ഇങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടിയാണോ നമ്മളൊക്കെ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് എനിക്ക് ലഭിക്കണം, ഞാൻ ചോദിക്കുന്നത് മാത്രം, ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥനകളും ഈശോയോടുള്ള ചോദ്യമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുള്ളോ? ഈശോയെ, എന്നെക്കുറിച്ച് ഉള്ള അങ്ങയുടെ പദ്ധതി എന്താ? എന്നെക്കുറിച്ച് കർത്താവെ അങ്ങ് ചിന്തിക്കുന്നത് എന്താ? അതെൻ്റെ ജീവിതത്തിൽ നിറവേറ്റാമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ നമുക്ക് ആഗ്രഹിക്കാം, നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ആകുലതകൾ, ഉത്കണ്ഠകൾ, ആവശ്യങ്ങൾ എല്ലാം ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതിനോടൊപ്പം ഈശോ പ്രാർത്ഥിച്ചതുപോലെ പിതാവിനോട് പറയാം, എൻ്റെ ഇഷ്ടം ഇതാ കേട്ടോ, എന്നാലും പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമാണ് നിറവേറേണ്ടത് എന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറണം. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതാ. ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ജീവിക്കുക, അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ തെസലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഒന്നാമത്തെ കാര്യം ഇതാ, നമുക്ക് എപ്പോഴും സന്തോഷമുണ്ടായിരിക്കണം. സങ്കീർത്തകൻ പറയുന്നത് പോലെ കർത്താവിൽ ആനന്ദിക്കുവിൻ. തുടർന്ന് അവിടെ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടുന്ന് നടത്തിത്തരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, സന്തോഷത്തോടെ ഇരിക്കണം. രണ്ടാമത്, ഇടവിടാതെ നന്ദി പ്രകാശിപ്പിക്കണം. ദൈവം തന്ന നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഈ കാര്യങ്ങളാണ് പൗലോസ്ലീഹയിലൂടെ ഈശോ നമ്മോട് പറയുന്നത്. സന്തോഷത്തോടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, നന്ദി പ്രകാശിപ്പിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കങ്ങനെ ആവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരത്തിൽ പരിശ്രമിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ, അവൻ നടക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ, ദൈവഭയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കേണ്ട വഴി, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് വഴി തെളിച്ചു തരും, വഴി തുറന്നു തരും. കാരണം സ്തുതിയുടെ ജീവിതമാണ് നമ്മുടേത്. ദൈവം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ്, ഇസ്രയേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിരന്തരം അവിടുത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, നിരന്തരം അവിടുത്തേക്ക് നന്ദി പറയണം, നിരന്തരം അവിടുത്തെ ആരാധിക്കണം. ഈശോയിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിന്റെ ഈ ദിനങ്ങളിൽ നമുക്ക് അങ്ങനെ ആകുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. സ്തുതിയുടെ ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. നല്ല ഈശോ ഈ നോമ്പ് കാലം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.